ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുമോ എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അപ്പോഴേക്കും ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ക്യൂൻ ഓഫ് വാൻഡ്സ്, Five of Swords, Four of Pentacles, Ten of Swords, Seven of Cups, the Fool. ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സിക്സ് ഓഫ് സോർട്സ് റിവേഴ്സ് ആണ്. സെവൻ ഓഫ് പെൻറ്റക്കിൾസ്, ദി ഹെർമിറ്റ്, Six of Cups, Nine of Wands reverse ആണ്. Four of Swords reverse ആണ്. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്ന ജഡ്ജ്മെൻ്റ് ആണ്. അതായത് അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെയോ തിരിച്ചറിവുകൾ വന്നതായിട്ട് കാണുന്നു. അതായത് യൂണിവേഴ്സ് ഈ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു. പാസ്റ്റിൻ്റെ മിസ്റ്റേക്ക് ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് മനസ്സിലാക്കുന്നു. തെറ്റ് തിരുത്തി നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു. അതാണ് ബോട്ടം ഓഫ് ദി ഡെക്ക്. ഓവറോൾ എനർജിയാണിത്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇപ്പോൾ ആയിരിക്കാം. അതുമല്ലെങ്കിൽ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷനും ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തെടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സൺ കറൻ്റ്ലി ഇപ്പോൾ ഭയങ്കര കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നു. അതായത് നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഒരാൾ മൂവ് ഓൺ ചെയ്യാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകാം. അതൊരു പക്ഷെ അവരായിരിക്കണമെന്നില്ല, അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം ആ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്.
അതായത് ഫസ്റ്റ് നിങ്ങൾ സ്നേഹിച്ച സമയത്ത് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിട്ടുണ്ടാവും. ഇത് ബ്രേക്കായി പോകുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മേ ബി അവരായിരിക്കും നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുണ്ടാകുക. പക്ഷെ അവർ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് തവണ അവരുടെ പിറകെ പോയിട്ടുണ്ടാകാം, നിങ്ങൾക്ക് പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളുടെ പേഴ്സണെ തന്നെ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇരുന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോയിട്ടുമുണ്ടാകാം. പക്ഷെ ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുമുണ്ടാകാം. അല്ലെന്നുണ്ടെങ്കിൽ റീസൺ എന്താണെന്നുള്ള ക്ലാരിറ്റി ഒന്നും നിങ്ങൾക്ക് തരാതെ ആ ഒരു പേഴ്സൺ മിണ്ടാതെ ഇരുന്നിട്ടുണ്ടാകാം. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ഇനിയും അവർ തിരികെ വരില്ല എന്നുള്ള രീതിയിൽ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്ത് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു കറണ്ട് എനർജിയിൽ അവർ തീരുമാനിച്ചിട്ടുള്ള കാര്യം എന്നത് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരണം എന്നുള്ളൊരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ വന്നതായിട്ട് കാണുന്നു. അതായത് ഇവിടെ ഫസ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് വാൻസ് കിട്ടിയതുകൊണ്ട് തന്നെ, അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് ഒരു റീസൺ ഇല്ലാതെ പോയിട്ടുണ്ടായിരിക്കാം. അത് മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുള്ളത്. അതായത് തേർഡ് പാർട്ടിയുടെ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഇവിടെ നല്ല രീതിക്ക് കാണുന്നുണ്ട്. അതാണ് ക്യൂൻ ഓഫ് വാൻസിൻ്റെ ഫസ്റ്റ് കാർഡ് നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് ഇവിടെ ഒരു പൂച്ച ഇരിക്കുന്നത് കാണാം. അത് സൂചിപ്പിക്കുന്നത് ആ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റിനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായ ആ ഒരു നെഗറ്റീവ് എനർജിയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ഇടയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് നിങ്ങളെ ഇട്ടിട്ട് ഈ ഒരു വ്യക്തി പോയിട്ടുണ്ടാകുക. ഇത് ചിലപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയില്ലായിരിക്കാം ഈ ഒരു കാര്യം. എന്തായാലും ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്തെടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഈ തേർഡ് പേഴ്സൺ ബ്ലാക്ക് മാജിക് ചെയ്ത ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്ത വ്യക്തിയാണ്. അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടിട്ട് അസൂയ വന്നിട്ട് നിങ്ങൾ ഒരിക്കലും നല്ല രീതിക്ക് ജീവിക്കരുത്, ഇത് മുന്നോട്ട് പോകരുത്, റിലേഷൻഷിപ്പ് ബ്രേക്കായി പോകണമെന്ന് വെച്ച് ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒന്നുമല്ല, ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമായിരുന്നു എന്നുള്ള കാര്യം. നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള സ്നേഹം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയില്ല. പക്ഷേ ഇന്ന് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഒരു പുതിയൊരു തുടക്കം അവർ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, നിങ്ങളായിട്ട് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു തീരുമാനമാണ് ആ ഒരു തീരുമാനം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഞാൻ ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നില്ല, ഞാൻ മൂവ് ഓൺ ചെയ്യുകയാണ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് പ്രകാരം അവർ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതാണ് കാണുന്നത്. നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ പലർക്കും തോന്നാം, ഈ ഒരു റീഡിംഗ് കാണുന്ന പലർക്കും തോന്നാം, ഒരിക്കലും ഇനി അവർ വരികയില്ല, പോസിബിൾ അല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു പോയിട്ട്, നിങ്ങൾ അത്രയൊക്കെ കാല് പിടിച്ച് പോയിട്ട് പോലും ഈ ഒരു വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഓൾറെഡി അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എങ്ങനെയാണ് തിരിച്ചു വരിക എന്ന ചോദ്യമൊക്കെ നിങ്ങൾക്കുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുമുണ്ടാകാം. പക്ഷേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ആ ഒരു ജെനുവിനായിട്ടുള്ള ആ ഒരു സ്നേഹം കണ്ടിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തി ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് ആ ഒരു ദൃഢനിശ്ചയം എടുത്തിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇവിടെ കാണുന്നത് പാസ്റ്റ് ലൈഫിൽ അവർക്ക് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്, അതായത് മേ ബി അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി പോയിട്ടുണ്ടായിരിക്കാം അവരുടെ ലൈഫിൽ.
അത് പോയത് മേ ബി പാസ്റ്റ് ലൈഫിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി അവരെ വേണ്ടാന്ന് വെച്ച് പോയതാകാം. പക്ഷെ അവർ ആയിരിക്കുകയില്ല ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തി ആയിരിക്കില്ല ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുന്നത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ വേണ്ടാന്ന് വെച്ച് പോയ ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. അപ്പം അത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം കൊണ്ടായിരിക്കാം. എന്തുണ്ടായാലും സമ്മതിച്ചു തരാത്ത സ്വഭാവമായിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റേതെന്ന് പറയുന്നത്. ഭയങ്കര ഈഗോ ഉണ്ടായിരിക്കാം, സെൽഫിഷ് ആയിരിക്കാം, മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാതെയുള്ള ക്യാരക്ടർ ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു സ്വഭാവമായിരിക്കാം നിങ്ങളുടെ വ്യക്തിയുടേത്. ആ ഒരു സ്വഭാവം മനസ്സിലാക്കാതെ ആയിരിക്കാം പാസ്റ്റ് ലൈഫിൽ അവരുടെ ജീവിതത്തിലുള്ള റിലേഷൻഷിപ്പ്, അത് ഏത് തരം റിലേഷൻഷിപ്പ് ആണെങ്കിലും, അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും വിട്ടുപോയത് അവരുടെ ക്യാരക്ടർ കൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ അവരുടെ ക്യാരക്ടർ കണ്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കൂടെ നിന്നിട്ടുണ്ടാകാം. അതായത് എത്രയൊക്കെ വേദനിപ്പിച്ചാലും, എന്നോട് എന്തൊക്കെ തെറ്റ് ചെയ്താലും ശരി, തിരികെ വന്നാൽ ഞാൻ സ്വീകരിക്കും, ക്ഷമ കൊടുക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ്, അതായത് ഈ ഒരു കാത്തിരിപ്പ്, ഇത്രയും കാലം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരുന്നത്, പക്ഷെ ഇപ്പോൾ നിങ്ങളൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കും. ഇത്രയും നാൾ ഈ ഒരു പേഴ്സണൽ റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം, ഞാൻ ഇതിൽ നിൽക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും, പക്ഷേ നിങ്ങളുടെ ഇത്രയും നാളത്തെ ആ ഒരു കാത്തിരിപ്പ് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ്. അതാണ് ഇവിടെ കാണുന്നത്. അതായത് ആ ജെനുവിനായിട്ടുള്ള ആ ഒരു സ്നേഹം ആ ഒരു വ്യക്തിക്ക് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ആ ഒരു വ്യക്തി ഇപ്പോൾ എല്ലാം മനസ്സിലാക്കുന്നു. എന്തൊക്കെ ചെയ്താലും അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ളത് അവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് നിൽക്കുന്നുണ്ടാവാം. ഇതിനു മുമ്പ് നിങ്ങൾ ഭയങ്കര സ്റ്റക്കായിട്ട് നിന്ന ഒരു എനർജി ആയിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ അറിയുന്ന കുറച്ച് ആളുകൾ, അതായത് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു പ്രപ്പോസലായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അതായത് ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജി ഇവിടെ കാണുന്നു. നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്, ഒറ്റയ്ക്കാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നു. എന്തായാലും ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട്. അത് മേ ബി ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല, ഈ ഒരു പേഴ്സന്റെ സ്ഥാനത്ത് മറ്റാരെയും എനിക്ക് ചിന്തിക്കാൻ സാധിക്കില്ലെന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആളുകളെയെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ മാറ്റി നിർത്തുന്നുമുണ്ടാകാം, അല്ലെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാകാം. കാരണം നിങ്ങൾ അത്രയും ജെനുവിനായിട്ടുള്ള സ്നേഹം മനസ്സിൽ വെക്കുമ്പോൾ യൂണിവേഴ്സിന് ഇതൊക്കെ കണ്ടില്ലെന്ന് വെക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് നിങ്ങളുടെ വാല്യൂ. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് അങ്ങോട്ട് പോയില്ലെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. എന്ത് സംഭവിച്ചാലും ശരി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വന്നാലും ആ ഒരു പേഴ്സൺ സോറി പറയാനൊന്നും റെഡി അല്ല എന്നുള്ളത് കാണുന്നു. അവർ തിരിച്ചു വരുന്ന സമയത്ത് സോറി ചോദിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരിക്കലുമില്ല. കാരണം അവർ സോറി പറയാനൊന്നും റെഡി അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ തരം താഴാനൊന്നും അവർക്ക് വയ്യ എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ നിങ്ങളെ അവർക്ക് വേണം. കാരണം നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയ ആ ഒരു ജെനുവിനായിട്ടുള്ള സ്നേഹം ആ ഒരു വ്യക്തിക്ക് മറ്റെങ്ങു നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അതൊക്കെ കൊണ്ടാണ് നിങ്ങളുടെ സ്നേഹം മിസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് അവർ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നത്. നിങ്ങൾ തമ്മിൽ ഒന്നുകൂടെ കണക്റ്റ് ആകാൻ പോവുകയാണ്, അതും പെർമനൻ്റ് ആയിട്ട് തന്നെ. അല്ലാതെ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെയൊന്നും അല്ല ഇനി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരുന്നത്. കാരണം ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി തരാനും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പം എന്തായാലും ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു പേഴ്സൺ പാസ്റ്റിൻ്റെ മിസ്റ്റേക്കുകളെല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു, മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ തെറ്റ് തിരുത്തി നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നിക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് ആൻഡ് റിലേഷൻഷിപ്പ് ഗൈഡൻസും കൂടി നോക്കാം.
നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് ആൻഡ് റിലേഷൻഷിപ്പ് ഗൈഡൻസും കൂടിയാണ് നോക്കുന്നത്. സിക്സ് ഓഫ് കപ്സ്, ഹാങ്ഡ് മാൻ, Nine of Swords, Four of Cups, Eight of Pentacles. അപ്പം എന്തായാലും അവരുടെ സോൾ മെസ്സേജിൽ നിങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ ആ ഒരു വ്യക്തി ഇപ്പോൾ റെഡിയാണ്, അല്ലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളൊരു എനർജിയാണ് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തായാലും റിലേഷൻഷിപ്പ് ഗൈഡൻസ് കൂടി നോക്കാം. Queen of Pentacles, Page of Pentacles, Temperance, Ace of Cups. ഒരു കാർഡോടെ നോക്കട്ടെ. ദി ലവേഴ്സ്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജ് ആണ് ആദ്യമേ പറയുന്നത്. ഞാൻ നീയുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ് ഈ ഒരു സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയങ്ങൾ. ഞാൻ എൻ്റെ വേദനകൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിരിക്കുന്നു. രാത്രിയിൽ എന്നെ ഉണർത്തുന്ന ഒരുപാട് വേദനകളും ആശങ്കകളും എനിക്കുണ്ട്. ഞാനിപ്പോൾ നീയുമായി ഒരുപാട് അകലെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം, പക്ഷേ എനിക്ക് വളരെയധികം നഷ്ടബോധം തോന്നുന്നു. ഞാൻ നിനക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാനും എന്നെ തന്നെ മെച്ചപ്പെടുത്തുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഇനി റിലേഷൻഷിപ്പ് ഗൈഡൻസ് നോക്കാം. നിങ്ങൾ ദയയും ക്ഷമയും കരുതലും ഉള്ളവരായിരിക്കുക. നിങ്ങളുടെ ബന്ധത്തെ വിലപ്പെട്ട ഒന്നായി കാണുക. നിങ്ങളുടെ ബന്ധം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശാന്തമായി തുടരാൻ പഠിക്കുക. തിരക്ക് കൂട്ടരുത്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരിക്കലും അവസാനിച്ചു പോകാത്ത പ്രണയം സാധ്യമാണ്. ഇതൊരു ശക്തമായ ബന്ധമാണ്. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ്സ് ആണെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചു പോകുന്ന ഒന്നായിട്ട് ഇവിടെ കാണുന്നില്ല. അപ്പം ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജും അതിൻ്റെ റിലേഷൻഷിപ്പ് ഗൈഡൻസും. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പോയ വ്യക്തിയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരുന്നതാണ്. കാരണം അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം ഒരുപാട് മനസ്സിലാക്കലുകൾ നടന്നിട്ടുണ്ട്. അപ്പം എല്ലാം മനസ്സിലാക്കിയുള്ള വരവാണ്. അപ്പം അത് ഒരു പെർമനൻ്റായിട്ട് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരാനും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്.